concept of liability. We have discussed few other concepts like rights and duties. Similarly, liability is a very, very important concept of law. So what is the meaning? How do we understand it? What is the purpose of law? As you know, it is twofold. Okay, one is to guide human conduct. The purpose of law is to guide human conduct by imposing rights, duties, power, liability. Hoffeld's concept analyze right we can understand in terms of 4 relationships: right duty relationship, liberty no right relationship, power liability relationship, immunity disability relationship. അങ്ങനെ 4 റിലേഷൻഷിപ്പുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഈ റിലേഷൻഷിപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമ്പോസിഷൻ ഓഫ് ഡ്യൂട്ടീസ്. ലോ ഇമ്പോസ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് മീൻസ് ഓബ്ലിഗേഷൻ ഓർ it's a guidance for how to behave, what to behave and what not to behave, what to do or what not to do. അതാണ് ഗൈഡ് ഹ്യൂമൻ കോണ്ടക്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു പാർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ് ലോയുടെ. ഇറ്റ് ടെൽസ് യു വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു ബൈ ഇമ്പോസിങ് എമംഗ് അതർ തിങ്സ് ഡ്യൂട്ടീസ് ആസ് വെൽ. സെക്കൻഡ് എന്താണ്? Of course it provides a guide for human conduct, but there are people who won't comply with the standards set by the law. അപ്പൊ ലോ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹ്യൂമൻ കോണ്ടക്റ്റിന്റെ സ്റ്റാൻഡേർഡ് മനുഷ്യന്മാര് അനുസരിക്കില്ല എന്ന് നമ്മൾ കണ്ടു. ചില മനുഷ്യരെങ്കിലും അനുസരിക്കില്ല. അപ്പൊ എന്ത് പറ്റും? അപ്പോ they will act wrongfully, അല്ലെങ്കിൽ we will consider it to be a wrongful act. Then the law wants to give remedy when wrongful act occurs. But the first concern of law is to guide human conduct and tell the people that behave this way. We are providing you the standard of behavior, but if you don't comply with the standard, then the law will consider this to be a wrongful act and we will give remedy. How the law gives remedy? Law gives remedy through compulsion or cooperation. Both method law uses. Mostly law uses compulsion. 1 minute. So law uses all its coercive mechanisms, institutions, as well as procedures for the purpose of compelling. So it uses the institutions like police, court, army, navy, defense mechanisms, all those things they use. And also they use certain procedures like arrest, imprisonment for the purpose of enforcing the remedy or for the purpose of providing remedy for the people. This much is clear, right? Now, so accordingly, if a person commits a wrongful act, law provides guidance and there is a chance that people may not comply with the standard of law, then we said that it is a wrongful act. So if a person commits a wrongful act, he must do something or he must suffer something. അല്ലേ? അത് നമുക്കറിയാം. അപ്പൊ നിയമം ടോർട്ട് നിയമത്തിലൂടെയും നിരവധി ക്രിമിനൽ നിയമങ്ങളിലൂടെയും മറ്റ് സിവിൽ നിയമങ്ങളിലൂടെയും ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്. അത് വയലേറ്റ് ചെയ്യുമ്പോൾ അത് റോങ്ഫുൾ ആക്ട് ആയി. റോങ്ഫുൾ ആക്ട് ആകുമ്പോൾ എന്ത് വേണം? അതും നിയമം നിശ്ചയിക്കുന്നുണ്ട്. പലപ്പോഴും 2 കാറ്റഗറീസിൽ പെടുത്താം. റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒന്നുകിൽ ഹി മസ്റ്റ് ഡു സംതിങ് ആസ് പെർ ദ ലോ. ലോ പറയുന്ന ചില കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഹി മസ്റ്റ് സഫർ സംതിങ്. ലോ ഇമ്പോസ് ചെയ്യുന്ന ചില സഫറിങ്സ് he has to go through. പലപ്പോഴും എന്താണ് സഫറിങ്? ലോ ഇമ്പോസ് ചെയ്യുന്ന സഫറിങ്ങുകൾ എന്താണ്? ഒന്ന്, കർട്ടൈലിംഗ് ദ ഫ്രീഡം ഓഫ് ദ പേഴ്സൺ. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം കർട്ടൈൽ ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. അപ്പൊ സ്വാതന്ത്ര്യത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒരു സഫറിങ് ആണ്. അല്ലെങ്കിൽ ലൈഫ് തന്നെ ഡിപ്രൈവ് ചെയ്യുന്നു. ലൈഫ് ക്യാൻ ബി ടേക്കൺ അവേ ആസ് എ മീൻസ് ഓഫ് സഫറിങ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി കുഡ് ബി ടേക്കൺ അവേ. ആ വ്യക്തിയുടെ ഫ്രീഡം, അയാളുടെ പ്രോപ്പർട്ടി, അയാളുടെ ലൈഫ് തന്നെ അയാളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള സഫറിങ്സ് ആണ് ലോ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അയാൾ സഫർ ചെയ്യണം എന്നുള്ളതാണ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ലയബിലിറ്റി. വാട്ട് എ പേഴ്സൺ മസ്റ്റ് ഡു or what a person must suffer
when he commits wrongful act is indicated by the concept liability. Yes, about liability is a means used by the law to ensure that the person will be forced to do something, or they will be forced to suffer something when they commit wrongful act. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് റോങ്ഫുൾ ആക്ട്, നിയമം എന്തിനേക്കാണ് റോങ്ഫുൾ ആക്ട് ആയിട്ട് കണക്കാക്കുന്നത്. ആ റോങ്ഫുൾ ആക്ട് ചെയ്തു കഴിയുമ്പോൾ നിയമം എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്, വാട്ട് ഹി മസ്റ്റ് ഡു, വാട്ട് ഡസ് ലോ സേ അബൌട്ട് ഇറ്റ്, അതിനെ കുറിച്ച് ലോ എന്താ പറയുന്നത്. അപ്പൊ എന്തൊക്കെ റോങ്ഫുൾ ആക്ടുകളുണ്ട്, ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ലോ ഒരു വ്യക്തിയോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എന്ത് സഫർ ചെയ്യാനാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഈ ലയബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്. വി ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു സിവിൽ ലയബിലിറ്റി ഓർ ക്രിമിനൽ ലയബിലിറ്റി, അല്ലെങ്കിൽ റെമഡിയൽ ലയബിലിറ്റി എന്നും പീനൽ ലയബിലിറ്റി എന്നും പറയാം. അപ്പൊ എന്താണ് ഈ സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റി? സിവിൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സിവിൽ റോങ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഡു ഓർ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് സഫർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സിവിൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ക്രിമിനൽ ആയിട്ടുള്ള ഒരു റോങ് ഡൂയിങ് നടക്കുമ്പോൾ, അപ്പൊ സിവിലിനകത്ത് സിവിൽ റോങ് ഡൂയിങ് നടക്കുമ്പോൾ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഡു ഓർ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് സഫർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സിവിൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ റോങ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഡു ഓർ വാട്ട് ദാറ്റ് പേഴ്സൺ മസ്റ്റ് സഫർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ക്രിമിനൽ ലയബിലിറ്റി. ഇതിനെ തന്നെ നമുക്ക് റെമഡിയൽ ലയബിലിറ്റി എന്നും പീനൽ ലയബിലിറ്റി എന്നും വിളിക്കാം. നോർമൽ കോഴ്സിൽ സിവിൽ റോങ് ചെയ്യുമ്പോഴെല്ലാം റെമഡിയൽ ലയബിലിറ്റിയാണ് ഇമ്പോസ് ചെയ്യുന്നത്. സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നതിനെ തന്നെ റെമഡിയൽ ലയബിലിറ്റി എന്ന് പറയാം. ക്രിമിനൽ ലയബിലിറ്റിയെ പീനൽ ലയബിലിറ്റി എന്നും പറയാം. സോ വാട്ട് ഈസ് ദിസ്? സിവിൽ റോങ് ഡൂയിങ്ങിനകത്ത് ലോയുടെ കൺസേൺ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് എ റൈറ്റ് ആണ്. എപ്പോഴും ഒരു സിവിൽ റോങ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ റൈറ്റിന്റെ വയലേഷൻ ആണ്. അപ്പൊ ആ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് സിവിൽ റോങ്ങിന്റെ കൺസേൺ. കാരണം സിവിൽ റോങ് ഈസ് കൺസിഡർഡ് ടു ബി എ റോങ് ഡൺ ബൈ ആൻ ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് അനദർ ഇൻഡിവിജ്വൽ. ക്രൈമും എ റോങ് ഡൺ ബൈ, അല്ലെങ്കിൽ ഒരു സഫർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലോ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലോ ആണെങ്കിലും കോൺസെപ്ച്വലി a crime is considered to be against the community or against the society or against the state. അപ്പൊ അതുകൊണ്ട് സഫറിങ്ങിന്റെ റിസീവിംഗ് എൻഡിലെ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും കോൺസെപ്ച്വലി സിവിൽ റോങ് ഈസ് കൺസിഡർഡ് ടു ബി എ റോങ് ബൈ ആൻ ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് അനദർ ഇൻഡിവിജ്വൽ. അതാണ് എംഫസിസ്. അപ്പൊ അതുകൊണ്ട് ദ ഇൻഡിവിജ്വൽ ഹു സഫേർഡ് ഹാസ് ടു കം കംപ്ലൈനിങ് ദാറ്റ് ഹി ഈസ് എ വിക്ടിം ഓഫ് എ പെർട്ടിക്കുലർ റോങ്. മറിച്ച് ക്രിമിനൽ കേസിനകത്ത് ദ വിക്ടിം അല്ലെങ്കിൽ ദ സഫറർ ഈസ് ദ സൊസൈറ്റി. Therefore, the state takes up the cause of crime and initiate proceedings against the wrongdoer. അതാണ് വ്യത്യാസം. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഓഫ് എ റൈറ്റ് ആണ് സിവിൽ റോങ്ങിന്റെ കൺസേൺ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു റൈറ്റ് എൻഫോഴ്സ് ചെയ്യപ്പെടുക? ഒന്നുകിൽ റീറ്റെയിനിങ് സ്റ്റാറ്റസ് കോ. നമ്മളൊരു റോങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് റൈറ്റ് ഉണ്ട്, ലോ കൺഫർ സർട്ടൻ റൈറ്റ്സ്. ആ റൈറ്റ് മറ്റൊരു വ്യക്തി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോങ് ഡൂയിങ് നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ, അയാളുടെ പദവി അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ, സോഷ്യൽ പൊസിഷൻ, പൊളിറ്റിക്കൽ പൊസിഷൻ, എക്കോണമിക് പൊസിഷനെ റീറ്റെയിൻ ചെയ്യുക, അത് തിരിച്ച് വെക്കുക. അപ്പൊ ഇഫ് യു ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് അവേ സം മണി, ഒരാളുടെ പൈസ നിങ്ങൾ അയാളിൽ നിന്ന് ഡിപ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then giving him an equal money would do. പല കേസുകളിലും സിവിൽ കേസുകളിൽ ആസ് യു നോ ഇറ്റ് ഈസ് കോമ്പൻസേഷൻ. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് എ മണി ഈക്വലന്റ് ഓർ പേയ്മെന്റ് ഓഫ് മണി ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഗുഡ് ഹിസ് ലോസ് എന്നുള്ളതാണ്. അപ്പോൾ റീറ്റെയിനിങ് സ്റ്റാറ്റസ് കോ 1 അല്ലെങ്കിൽ ചേഞ്ചിങ് ലീഗൽ സ്റ്റാറ്റസ്. എപ്പോഴും നമ്മളൊരു റോങ് ഡൂയിങ്, ലീഗലായിട്ട് ഒരു റോങ് ഡൂയിങ് നടക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലീഗൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി നിങ്ങളെ ഡിപ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓണർ ആയിരുന്ന അയാൾ ഓണർലെസ് ആകും. ഈ ഓണർ എന്ന് പറയുന്ന ഒരു ലീഗൽ സ്റ്റാറ്റസ് ആണ്, ഓണർലെസ് എന്ന് പറയുന്നതും ഒരു ലീഗൽ സ്റ്റാറ്റസ് ആണ്, നോൺ ഓണർ എന്ന് പറയുന്നതും ഒരു ലീഗൽ സ്റ്റാറ്റസ് ആണ്. അപ്പൊ ചേഞ്ചിങ് ലീഗൽ സ്റ്റാറ്റസ് ആണ്. അപ്പൊ നിങ്ങൾ മാറിയ ആ ലീഗൽ സ്റ്റാറ്റസിന് വീണ്ടും തിരിച്ചു റീഇൻഫോഴ്സ് ചെയ്യണം. അപ്പൊ അതാണ് സിവിൽ നിയമത്തിന്റെ കൺസേൺസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ എന്തൊക്കെയാണ് നൽകുന്ന റെമഡി? വാട്ട് ആർ ദ റെമഡീസ് ദാറ്റ് ഈസ് ബീങ് ഗിവൺ when a wrong is committed, civil wrong is committed? As you know, ഇതൊന്നും ഞാൻ അധികം എംഫസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഡാമേജസ് ആണ്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മണി കോമ്പൻസേഷൻ. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മോണിറ്ററിലി ഇവാലുവേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു മണി എമൗണ്ട് നിങ്ങൾ അല്ലെങ്കിൽ റോങ് ഡൂവർ വിക്ടിമിന് കൊടുക്കുന്നതാണ് ഡാമേജസ് എന്ന് പറയുന്നത്. പിന്നെ 3 എണ്ണം കൂടെ ഉണ്ട് ജനറൽ ആയിട്ടുള്ള റെമഡീസ്. അതൊന്ന് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ മറ്റൊരാളുടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ യു ക്രിയേറ്റ് ആൻ ഓബ്ലിഗേഷൻ ടു പെർഫോം ഡ്യൂട്ടി. അല്ലെ, നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 പേരുടെ ഭാഗത്തും ദേ ഹാവ് എ സ്പെസിഫിക് റിക്വയർമെന്റ് ടു പെർഫോം എ ഡ്യൂട്ടി. അപ്പൊ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന സിവിൽ റോങ്ങിൽ സംഭവിക്കുന്നത് ഒരു വ്യക്തി വിൽ നോട്ട് പെർഫോം ഹിസ് ഡ്യൂട്ടി എന്നുള്ളതാണ്. ഒരു വ്യക്തി പാർട്ടി ടു ആൻ എഗ്രിമെന്റ് വിൽ നോട്ട് പെർഫോം ഹിസ് ഡ്യൂട്ടി ഓർ വിൽ നോട്ട് പെർഫോം വാട്ട് ഹി ഹാസ് എഗ്രീഡ് ടു എന്നുള്ളതാണ്. അപ്പൊ അയാളെ കൊണ്ട് അയാൾ എന്താണോ പെർഫോം ചെയ്യാനായിട്ട് പ്രോമിസ് ചെയ്തത് അത് പെർഫോം ചെയ്യിപ്പിക്കുന്ന ഒരു റെമഡിയാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ വെൻ യു എഗ്രി ടു പെർഫോം സംതിങ് ടു അനദർ പേഴ്സൺ ആൻഡ് ഇഫ് യു ആർ ബ്രീച്ചിങ് that promise, then the law will compel you to specifically perform what you have promised. Appo that is also another remedy. മറ്റൊരു റെമഡിയാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം ഇൻജങ്ഷൻസ് ഉണ്ട്. ഒന്ന് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ. പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു ഓർഡറാണ് ഇൻജങ്ഷൻ. യു ഷാൽ നോട്ട് ഡു. അതാണ് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി ഇൻജങ്ഷൻ ഉണ്ട്. 2 തരം ഇൻജങ്ഷൻ ആണ്, പ്രൊഹിബിറ്ററിയും മാൻഡേറ്ററിയും. മാൻഡേറ്ററി ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പല്ലിങ് യു ടു ഡു സംതിങ്. പ്രൊഹിബിറ്ററി ഇൻജങ്ഷനിൽ കമ്പൽഷൻ ഈസ് പ്രിവെന്റിങ് യു ഡൂയിങ് സംതിങ് ആണെങ്കിൽ മാൻഡേറ്ററി ഇൻജങ്ഷനകത്ത് ഫോഴ്സിങ് യു ടു ഡു സംതിങ് പോസിറ്റീവ്ലി. അപ്പൊ നിങ്ങൾ ഒരാളുടെ സ്ഥലത്ത് കയറി മതിൽ പണിതെങ്കിൽ മതിൽ ഇടിച്ചു കളയാൻ നിങ്ങളുടെ കമാൻഡ് ചെയ്യാണ്. സോ യു ഹാവ് ടു ഡു സംതിങ് പോസിറ്റീവ്ലി. എന്താണ്? നിങ്ങൾ നിർമ്മിച്ച മതിൽ ഇടിച്ചു കളയണം, അത് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഉള്ള പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ എന്താണ്? നിങ്ങൾ മറ്റൊരാളുടെ സ്ഥലത്ത് അതിക്രമിച്ച് കടക്കാൻ പാടില്ല. അപ്പൊ ഇൻജങ്ഷൻസ് എന്ന് പറയുന്നതും സിവിൽ റെമഡിയാണ്. പിന്നെ കറക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. ഇപ്പൊ ഏതെങ്കിലും ഡോക്യുമെന്റുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് വാട്ട് യു വാണ്ട് റെമഡി. അപ്പൊ കറക്ഷൻസ്, റെക്ടിഫിക്കേഷൻസ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതും ഒരു റെമഡിയാണ്. അപ്പൊ ഈ റെമഡി നൽകാനുള്ള ഒരു റോങ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്ലൈഡിൽ കഴിഞ്ഞു, ഹി മസ്റ്റ് ഡു സംതിങ്. ഒരു റോങ്ഫുൾ ആക്ട് ഒരാൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഹി ഷുഡ് ഡു? ഹി ഷുഡ് റെമഡി ദാറ്റ് റോങ്. അല്ലെ, ഹി ഷുഡ് മേക്ക് ദ ലോസ് ഗുഡ് എന്നാണ്. നഷ്ടം നികത്തുക എന്ന് പറയും. അയാൾക്കുണ്ടായ നഷ്ടം നികത്തണം എന്നാണ്. അപ്പൊ നഷ്ടം നികത്തലിൽ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഹി ഷുഡ് പേ ഡാമേജസ്, ഹി ഷുഡ് സ്പെസിഫിക് പെർഫോം വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ്, or he should be subjected to injunction. He should be prohibited from doing something, or he will be forced to do something, and if he wants to correct certain documents he can do that. ഇതാണ് സംതിങ് ദാറ്റ് he should do എന്ന് പറയുന്ന സ്ലൈഡിന്റെ അർത്ഥം. when he commits a wrongful act, അതാണ് ലയബിലിറ്റി. അപ്പൊ സിവിൽ റോങ്ങുകൾ ചെയ്ത് കഴിയുമ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്നത് the person has to do all these things, അല്ലെങ്കിൽ provide the remedies. ഇനി 2 തരം റെമഡികളാണ് സിവിൽ കേസിനകത്ത്. ഒന്ന് കോമൺ ലോ റെമഡി, മറ്റൊന്ന് ഇക്വിറ്റബിൾ റെമഡി. ഈ ഡാമേജസ് കൊടുക്കുക എന്ന് പറയുന്നതാണ് കോമൺ ലോ റെമഡി. അപ്പൊ വെൻ യു ഡു എ റോങ്ഫുൾ ആക്ട്, then you will be forced to give the money equivalent എന്ന് പറയുന്നത് കോമൺ ലോ ജൂറിസ്ഡിക്ഷൻസിൽ ഉണ്ടായിരുന്ന റെമഡിയാണ്. കോമൺ ലോ കോടതികൾ ഉണ്ടാക്കിയെടുത്ത റെമഡിയാണ്. ജനറലി പൊതുവിൽ എല്ലാ സിവിൽ റോങ്ങുകളിലും പൊതുവിലുള്ള റെമഡി എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ഡാമേജസ് ആണ്. അതൊരു കോമൺ ലോ റെമഡിയാണ്. ബാക്കി 3ഉം ഇക്വിറ്റി കോടതികൾ അല്ലെങ്കിൽ ചാൻസലേഴ്സ് കോടതികൾ ഉണ്ടാക്കിയ റെമഡികളാണ്. കോമൺ ലോയിൽ അവൈലബിൾ അല്ലാതിരുന്ന ഇക്വിറ്റി കോടതികൾ ഡെവലപ്പ് ചെയ്തു. ഇന്നിപ്പോ കോമൺ ലോ ഇക്വിറ്റി ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ആപ്ലിക്കബിലിറ്റി ഇല്ലെങ്കിലും സ്റ്റിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്റോറിക്കലി ദാറ്റ്
Payment of damages is a common law remedy, and specific performance injunctions and correction of documents are all equitable remedies. Okay. In criminal criminal law what he must do or what he must suffer. Even he must do criminal law liability penal. Penal എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ റോങ് റെമഡി ചെയ്യലല്ല, അതായത് ടു മേക്ക് ഗുഡ് ദ ലോസ് അല്ല, മറിച്ച് ക്രൈം ചെയ്യുമ്പോൾ അത് പീനലാണ്. പീനൽ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റിംഗ് ടു പനിഷ്മെന്റ്. അപ്പോൾ intention of criminal law is punishment of the wrongdoer, deterring the wrongdoer and public. അപ്പൊ പണിഷ്മെന്റിലൂടെ റോങ് പേടിപ്പിക്കുകയാണ്, അതുപോലെ പബ്ലിക്കിനെയും പേടിപ്പിക്കുകയാണ്. നിങ്ങൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബി പണിഷ്ഡ്. അപ്പൊ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫിയർ not only among the wrongdoers but also among the potential wrongdoers and also the public at large. But that is the purpose of punishment. It is not remedying. In a way it is a remedy, വളരെ broad ആയിട്ടുള്ള സെൻസിൽ എടുത്ത റെമഡിയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഇൻ ദ കേസ് ഓഫ് സിവിൽ റെമഡി ലൈക്ക് ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇൻജക്ഷൻ എക്സെട്ര. അപ്പോൾ മറ്റൊരു ലക്ഷ്യം, ക്രിമിനൽ ലോയുടെ ലക്ഷ്യം റിഫോമിംഗ് ദ റോങ് ഡൂർ ആണ്. അപ്പൊ പണിഷ്മെന്റ് ഈസ് ഇമ്പോസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഫോമിംഗ്. വാട്ട് എവർ ബി ദ പർപ്പസ്, അത് ഡിറ്റർ ചെയ്യാനാണെങ്കിലും റിഫോം ചെയ്യാനാണെങ്കിലും ക്രിമിനൽ ലോക്കകത്ത് യുവർ ലയബിലിറ്റി ഈസ് ടു സഫർ സംതിങ്. ആൻഡ് ദാറ്റ് സഫറിങ് എന്ന് പറയുന്നത് ഡെത്ത് ആകാം, ഇംപ്രിസൺമെന്റ് ആകാം, ഫോർഫീച്ചർ ആകാം, ഫൈൻ ആകാം. അപ്പോൾ ക്രിമിനൽ ലോ വിൽ ഈവൻ ടേക്ക് അവേ യുവർ ലൈഫ് ബൈ ഇമ്പോസിങ് ഡെത്ത് പെനാൾട്ടി. Criminal, as per the criminal law, your liberty can be curtailed by putting you in a prison for even for life period. Life imprisonment എന്ന് പറഞ്ഞാൽ conceptually it means till you die എന്നാണ്. അപ്പൊ you will have to be imprisoned until your death എന്നുള്ളതാണ് concept. But now there has been certain gradation of 14 years, 24 years, and some periods has been fixed for determining it to be life imprisonment. പിന്നെ ഫോർ ഫീച്ചർ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇമ്പോസിംഗ് ഫൈൻ. ഇറ്റ് ഈസ് ഓൾസോ പേയ്മെന്റ് ഓഫ് മണി, ബട്ട് ദാറ്റ് പേയ്മെന്റ് ഓഫ് മണി ഈസ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് കോമ്പൻസേറ്റിംഗ് ദ വിക്ടിം, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആസ് എ മെഷർ ഓഫ് പനിഷ്മെന്റ്. ഇത് ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത് തുടങ്ങിയതാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒന്നാണ്. ഇറ്റ്സ് എ ലീഗൽ കോൺസെപ്റ്റ്. ഒരാൾ റോങ്ഫുൾ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹി മസ്റ്റ് ഡു ഓർ വാട്ട് ഹി മസ്റ്റ് സഫർ എന്ന് തീരുമാനിക്കുന്നതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ട്. അതിനെ തന്നെ റെമഡിയൽ ലയബിലിറ്റി എന്നും പീനൽ ലയബിലിറ്റി എന്നും വിളിക്കാം. സിവിൽ ലയബിലിറ്റി ഈസ് ഫോർ payment of damages or for specific performance, injunction or correction of documents, or providing common law remedy or equitable remedy, whereas criminal liability is penal in the sense that they have to suffer punishment. Ini appo endana conditions of liability? Liability niyamam liability impose cheyanulla condition ennu parayunna wrong doing aanu. Appo nammal what we have to understand is what is wrong doing. What is the meaning of wrong doing? മൂന്ന് തരത്തിലുള്ള റോങ്ങുകളുണ്ട്. ഇന്റൻഷണൽ ഓർ വിൽഫുൾ റോങ്സ്, കെയർലെസ് റോങ്സ്. കെയർലെസ് റോങ്സ് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്: റെക്ലെസ് റോങ്സ് ഓർ നെഗ്ലിജന്റ് റോങ്സ്. മൂന്നാമത്തെ റോങ് നോ ഫോൾട്ട് റോങ്സ്. അപ്പൊ എന്താണ് ഈ ഇന്റൻഷണൽ ഓർ വിൽഫുൾ റോങ് എന്താണെന്ന് മനസ്സിലാക്കണം. റെക്ലെസ് ഓർ നെഗ്ലിജന്റ് റോങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. നോ ഫോൾട്ട് റോങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ റോങ് ഡൂയിങ്ങുകൾക്കാണ് ലോ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇതൊക്കെ മെന്റൽ കണ്ടീഷൻസ് ആണ്. ഇന്റൻഷണൽ അല്ലെങ്കിൽ വിൽഫുൾ എന്ന് പറയുന്നതും കെയർലെസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ റെക്ലെസ് ഓർ നെഗ്ലിജന്റ് എന്ന് പറയുന്നതും നോ ഫോൾട്ട് എന്നൊക്കെ പറയുന്നത് മെന്റൽ കണ്ടീഷനാണ്. നമ്മുടെ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് ബോഡിയും ഉണ്ട്, മൈൻഡും ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും. അയാൾ ഒരു ഫിസിക്കൽ ആക്ട് ചെയ്യുമ്പോൾ ഹി ആക്ട് വിത്ത് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു മാനസികാവസ്ഥയോട് കൂടെയാണ് ചെയ്യുന്നത്. ആ മാനസികാവസ്ഥ ഈസ് റെലവന്റ് ഫോർ ലോ. So state of mind is relevant for law, and there will be different states of mind. വ്യത്യസ്തമായ സ്റ്റേറ്റ് ഓഫ് മൈൻഡുകളാണുള്ളത്. ആ വ്യത്യസ്തമായ സ്റ്റേറ്റ് ഓഫ് മൈൻഡുകൾക്കും ലീഗൽ റെലവൻസ് ഉണ്ട്. അപ്പോൾ ആ വ്യത്യസ്തമായ സ്റ്റേറ്റ് ഓഫ് മൈൻഡുകൾ അനുസരിച്ച്
ഈ ലയബിലിറ്റി വേരി ചെയ്യും, അല്ലെങ്കിൽ റോങ് ഡൂയിങ് എന്ന കോൺസെപ്റ്റ് വേരി ചെയ്യും. ആ റോങ് ഡൂയിങ് കോൺസെപ്റ്റ് വേരി ചെയ്യുമ്പോൾ ലയബിലിറ്റിയും വേരി ചെയ്യും. ദിസ് ദ പോയിന്റ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇപ്പൊ ക്രിമിനൽ ലോ എടുക്കുക. അപ്പൊ നമ്മൾ റോങ് ഡൂയിങ് എന്ന് പറയുന്നതിനകത്ത് ഈ വ്യത്യസ്തമായ അത് ക്രിമിനൽ പ്രധാനമായും ഈ മെന്റൽ എലിമെന്റ് വരുന്നത് ക്രിമിനൽ ലോയിലാണ്. പക്ഷെ എങ്കിൽ പോലും യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് എന്താണ് റോങ് ഡൂയിങ് ആസ് ഇന്റൻഷണൽ റോങ് ഡൂയിങ് ആൻഡ് വിൽഫുൾ റോങ് ഡൂയിങ്, റെക്ലെസ് റോങ് ഡൂയിങ് ആൻഡ് നെഗ്ലിജന്റ് റോങ് ഡൂയിങ്, നോ ഫോൾട്ട് റോങ് ഡൂയിങ്. ഇതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? That we will examine. അപ്പോൾ ക്രിമിനൽ ലോ എടുക്കുക. ക്രിമിനൽ ലോയിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആക്ടസ് നോൺ ഫേസിറ്റ് റിയം നിസി മെൻസിറ്ററി ആണെന്ന് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം ദർ ഷുഡ് ബി എ ഫിസിക്കൽ ആക്ട് ആൻഡ് എ മെന്റൽ സ്റ്റേറ്റ്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഗിൽറ്റി മൈൻഡ് എന്ന് പറയും. അപ്പൊ ഒരു എന്താ പറയുന്നത്, ശാരീരികമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് മാത്രമല്ല, that physical act should be associated with a guilty mind. ഒരു ഗിൽറ്റി മൈൻഡ് ഇല്ലാതെ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിനെ മാത്രം ക്രൈം ആയിട്ട് ക്രിമിനൽ ലോ പരിഗണിക്കില്ല. അപ്പൊ ക്രിമിനൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഗിൽറ്റി മൈൻഡ് ആണ്. ഓക്കെ, ഗിൽറ്റി മൈൻഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്റൻഷണൽ, വിൽഫുൾ, അല്ലെങ്കിൽ റെക്ലെസ്, നെഗ്ലിജന്റ്, നോ ഫോൾട്ട് വരില്ല. ദാറ്റ് വിൽ എക്സാമിൻ. ഈ എന്താ പറയുന്നത് ഡിഫറെന്റ് മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വ്യത്യസ്തമായ എന്താ പറയുന്ന ആക്ടുകളുണ്ട്. ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ട്. പോസിറ്റീവ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ പോസിറ്റീവ്ലി ചെയ്യുന്നു. നെഗറ്റീവ് ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരാളെ കത്തിയെടുത്ത് കുത്തുന്നത് ഒരു പോസിറ്റീവ് ആക്ട് ആണ്. നിങ്ങൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ഒരു നെഗറ്റീവ് ആക്ട് ആണ്. ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റ് ഒന്നായിരിക്കും, അയാൾ മരിച്ചു പോകും. അപ്പൊ എഫക്റ്റ് അല്ല പറയുന്നത്. What is the nature of the act? You are doing something positively on the one side, that is positive act. You are not doing something you are supposed to do, അതാണ് നെഗറ്റീവ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ആക്ട് എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ആക്ട് എന്ന് പറയുന്നത്, again it is in relation to the mentality. ഈ ഇന്റേണൽ ആക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. എക്സ്റ്റേണൽ ആക്ട് എന്ന് പറയുന്നത് വിത്തൗട്ട് കൺസിഡറിങ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, വാട്ട് യു ഡു, നിങ്ങളുടെ മാനസികമായ അവസ്ഥ നോക്കാതെ ഫിസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കുന്നതാണ്. ഇന്റൻഷണൽ ആൻഡ് അൺഇന്റൻഷണൽ ആക്ട് എന്ന് പറഞ്ഞാൽ യു ആക്ട് വിത്ത് ആൻ ഇന്റൻഷൻ, എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മറ്റടുത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആക്ട് എന്ന് പറയുമ്പോൾ ഈ ഇന്റേണൽ ആക്ടിനകത്ത് ഇന്റൻഷൻ മാത്രമല്ല, നിങ്ങളുടെ മറ്റ് എല്ലാ മാനസികാവസ്ഥയും കൺസിഡർ ചെയ്യും. അപ്പൊ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയും മോട്ടീവ് എന്ന് പറയുന്ന മറ്റൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോട്ടീവോടുകൂടെ ഒരു പ്രവൃത്തി ചെയ്യാം, സ്പെസിഫിക് ഇന്റൻഷനോട് കൂടെ ഒരു പ്രവൃത്തി ചെയ്യാം. രണ്ട് പ്രവൃത്തിയാണ്. രണ്ടും ഇന്റേണൽ ആക്ട് ആണ്. ആ മാനസികാവസ്ഥ, മോട്ടീവ് എന്ന് പറയുന്നതും ഇന്റന്റ് എന്ന് പറയുന്നതും. പക്ഷെ എക്സ്റ്റേണൽ ആക്ട് എന്ന് പറയുമ്പോൾ മാനസികാവസ്ഥ കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, വിൽ ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഇറ്റ് ലേറ്റർ. ഓക്കെ, മൂന്നാമത്തത് ഇന്റൻഷണൽ ആൻഡ് അൺഇന്റൻഷണൽ. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തോടു കൂടെ, അൺഇന്റൻഷൻ പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശമൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അപ്പൊ വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് വാട്ട് വി നീഡ് ടു എക്സാമിൻ. അപ്പൊ ഇതാണ് ഈ ആക്ടസ് നോൺ ഫേസിറ്റ് റിയം നിസി മെൻസിട്രിയിലെ ആക്ടസ് റിയസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ട് എന്ന് പറയുന്ന കമ്പോണന്റ് ക്രിമിനൽ ലോയുടെ. മെൻസ്രിയ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇന്റൻഷൻ, നെഗ്ലിജൻസ്, നോ ഫോൾട്ട്, മൂന്ന് മാനസികാവസ്ഥകളാണ്. ഇതിനകത്ത് ഏതാണ് ക്രിമിനൽ ലോ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് അപ്പൊ രണ്ടു തരം റോങ്ഫുൾ ആക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ട് തരം റോങ്ഫുൾ ആക്ട് ഉണ്ട്. ഒന്ന്, act having inherently dangerous and mischievous tendencies. ചില പ്രവൃത്തികളെ നമ്മൾ കണക്കാക്കുന്നത് ആ പ്രവൃത്തികൾക്ക് സ്വാഭാവികമായ ഒരു ഡേഞ്ചറസ് ആൻഡ് മിസ്ചീവസ് ടെൻഡൻസി ഉണ്ട്. നിങ്ങൾ ഒരു കത്തിയെടുത്ത് ഒരാളുടെ നെഞ്ചത്ത് കുത്തുന്നു. ആ കത്തിയെടുത്ത് കുത്തുക എന്ന് പറയുന്നത് ഇൻഹെറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്ചീവസ് ടെൻഡൻസി ഉള്ള ഒരു ആക്ടാണ്. അതിന്റെ എഫക്റ്റ് എന്തും ആയിക്കോട്ടെ, അത് കുത്തിക്കഴിയുമ്പോൾ ഒരാൾ മരിക്കുമായിരിക്കും, ചിലപ്പോൾ മരിക്കാതിരിക്കുക. അയാൾ ഭയങ്കര ഭാഗ്യമുള്ളവനാണെങ്കിൽ ചിലപ്പോൾ മരിക്കാതിരിക്കും. ഇനി മരിക്കാതിരുന്നെങ്കിൽ പോലും ആ കത്തിയെടുത്ത് ഒരാളുടെ നെഞ്ചത്തൊന്നല്ല, ശരീരത്തിൽ എവിടെയും കുത്തുക എന്ന് പറയുന്നത് വളരെ ഇൻഹെറന്റ്ലി ഡേഞ്ചറസും മിസ്ചീവസും ആയിട്ടുള്ള ടെൻഡൻസി ഉള്ള ആക്ടാണ്. ഇത് പിടികിട്ടിയോ ഈ സംഭവം? ഫസ്റ്റ് കൈൻഡ് ഓഫ് റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത്. ഹലോ, റൈറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആക്ടുകളിൽ
നിങ്ങൾ പഠിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് അല്ല, പ്രവൃത്തി. അതിനകത്ത് അല്ലെങ്കിൽ റോങ്ഫുൾ കോണ്ടക്റ്റുകളിൽ, റോങ്ഫുൾ ആക്ടുകളിൽ ഏതൊക്കെയാണ് നിയമം ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്യൂസ് ടെൻഡൻസി ആയിട്ട് കരുതുന്നത്? ക്രൈമുകളെല്ലാം തന്നെ കോൺസെപ്ച്വലി ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്യൂസ് ടെൻഡൻസി ഉള്ള ആക്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദോ ഇറ്റ് ഓൾസോ ഹാസ് എഫക്ട്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത് ആക്ട്സ് കോസിങ് ആക്ച്വൽ ഡാമേജ്. അതായത് രണ്ടാമത്തെ തരം ആക്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അതിനെ എന്തെങ്കിലും ഡേഞ്ചറസ് അല്ലെങ്കിൽ മിസ്ചീവസ് ടെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ആ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും യഥാർത്ഥത്തിലുള്ള നഷ്ടം അല്ലെങ്കിൽ ഒരു ഹാം അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇൻഹറന്റ്ലി ഡേഞ്ചറസോ മിസ്ചീവസ് ആയിട്ടുള്ള ടെൻഡൻസി ഉള്ള ആക്ട് ഒന്നും അല്ലെങ്കിൽ പോലും ആ ആക്ടിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലൈഫിൽ ആ ആക്ട് ഒരാൾക്ക് ഡാമേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഹാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് റോങ്ഫുൾ ആക്ട് ആണ്. അപ്പൊ ദീസ് ആർ ദ ടു ക്ലാസസ് ഓഫ് റോങ്ഫുൾ ആക്ട്സ്. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മള് ഇപ്പൊ നിങ്ങൾ ലിബൽ സ്ലാൻഡർ എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ലിബലും സ്ലാൻഡറും പഠിച്ചിട്ടില്ലേ ഡിഫാമേഷനിൽ? എന്താണ് സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ? എന്താണ് ലിബൽ? ആർക്കെങ്കിലും പറയാമോ? ലിബൽ എന്ന് പറയുമ്പോൾ റിട്ടൺ ഫോമിലുള്ള ഡിഫമേഷൻ ആണ്. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ അതെ, അത് റിട്ടേൺ തന്നെ ആവണമെന്നില്ല കേട്ടോ, റിട്ടേൺ തന്നെ ആവണമെന്നില്ല. അത് അപ്പൊ സ്കൾപ്ചർ ഒക്കെ ആവാം. ഓക്കെ, പെർമനന്റ് രൂപത്തിലുള്ള ഒരു ഡിഫാമേഷൻ, ഒരു ഫിക്സ് ചെയ്യപ്പെടുന്ന ഒരു രൂപത്തിലുള്ള ഡിഫാമേഷൻ ആണ് ലിബൽ എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ടുള്ള ട്രാൻസിയന്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഡിഫാമേഷനാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു പബ്ലിഷ് ചെയ്യുന്നത്, ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കുന്നു, ചിത്രം വരയ്ക്കുന്നു, ഈ രൂപത്തിലൊക്കെ നിങ്ങൾ ഒരാളെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലിബലാണ്. ഇപ്പൊ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ പറയുന്നു, ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പറയുന്നു, അങ്ങനെ പറയുന്നതൊക്കെ സ്ലാൻഡർ ആണ്. ലിബൽ ഈസ് കൺസിഡർഡ് ടു ബി ഇൻഹറന്റ്ലി ഡേഞ്ചറസ്, എ തിങ് വിച്ച് ഹാസ് ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്യൂസ് ടെൻഡൻസീസ്. മറിച്ച് സ്ലാൻഡർ എന്ന് പറയുന്നത് അങ്ങനെ ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്യൂസ് ടെൻഡൻസി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലാൻഡർ എന്ന് പറയുന്നത് റോങ്ഫുൾ ആക്ട് ആകണമെങ്കിൽ ആ സ്ലാൻഡറിലൂടെ ഒരു വ്യക്തിക്ക് ആക്ച്വൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. മറ്റേ കേസിൽ അത് വേണ്ട. ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്ചീവസ് ടെൻഡൻസി ഉള്ള ആക്ടുകൾ നിങ്ങൾ അത് ചെയ്താൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് ഡാമേജ് ഉണ്ടായാലും ഇല്ലെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹാം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ലയബിൾ ആകും. പക്ഷെ ഈ രണ്ടാമത്തെ റോങ്ഫുൾ ആക്ടിനകത്ത് ആക്ച്വൽ ഡാമേജ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇന്റൻഷൻ. അപ്പൊ എന്താ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് രണ്ട് തരം റോങ്ഫുൾ ആക്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ചില മാനസികാവസ്ഥകൾ കൂടെ റോങ്ഫുൾ ആക്ടിന്, പ്രത്യേകിച്ച് ക്രൈമിന്റെ കേസിനകത്ത് അത് പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ദ പർപ്പസ് ഓർ ഡിസൈൻ വിത്ത് വിച്ച് ആൻ ആക്ട് ഈസ് ഡൺ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ പ്രവൃത്തി ചെയ്യാം. ഒന്ന് നമുക്ക് അൺഇന്റൻഷനൽ ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ. രണ്ട് ഇന്റൻഷനോടുകൂടെ. ഇന്റൻഷനോടുകൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രവൃത്തിയുടെ നേച്ചർ അറിയാം. വി നോ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ആക്ട് ദാറ്റ് വി ആർ ഡൂയിങ് ആൻഡ് വി ഡിസയർ ടു ഹാവ് ദ എഫക്ട്. ഈ രണ്ട് എലിമെന്റുകളാണ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. വി നോ ദ നേച്ചർ ഓഫ് ദ ആക്ട് ആൻഡ് വി ഡിസയർ ദ എഫക്ട്. നമുക്കൊരാളെ കത്തി വെച്ച് കുത്തുമ്പോൾ നമുക്കറിയാം, കത്തി വെച്ച് കുത്തുമ്പോൾ മുറിവുണ്ടാകും, ചോര വരും, അയാൾ ചിലപ്പോൾ മരിക്കും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, നമ്മൾ കത്തി വെച്ച് കുത്തുമ്പോൾ അവന്റെ ശരീരം മുറിയണം അല്ലെങ്കിൽ അവൻ മരിക്കണം. അപ്പൊ നമുക്ക് നോളേജും ഉണ്ട്, ഡിസയറും ഉണ്ട്. അപ്പൊ ഈ നോളേജ് പ്ലസ് ഡിസയർ ആണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. If we want to identify whether you have done something intentionally, the question is this: whether you have the knowledge of the nature of the act and whether you desire that result or effect or whatever is the result of that particular act, whether you desire it. ഇത് പിടികിട്ടിയോ ഇന്റൻഷൻ? അപ്പൊ ചില ആക്ടുകൾ നമ്മൾ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് ഇന്റൻഷണൽ. അപ്പൊ ക്രൈമിനകത്ത് ഒരു പല ടൈപ്പ് ഇന്റൻഷൻസ് ലോ റിക്വയർ ചെയ്യും. അതിനകത്താണ് ജനറൽ ഇന്റന്റ് വേഴ്സസ് പർട്ടിക്കുലർ ഇന്റന്റ്, പിന്നെ ട്രാൻസ്ഫേർഡ് മാലിസ്, ഇന്റൻഷൻ ആൻഡ് മോട്ടീവ്, മാലിസ് ആൻഡ് ഫ്രോഡ്. ഇതൊക്കെ വ്യത്യസ്ത തരം മെന്റൽ സ്റ്റേറ്റുകളാണ്. ജനറൽ ഇന്റന്റ് എന്ന് പറയുന്ന ഇന്റന്റും പർട്ടിക്കുലർ ഇന്റന്റ് എന്ന് പറയുന്ന ഇന്റന്റും രണ്ട് തരത്തിലുള്ള
ഉദ്ദേശങ്ങളാണ്, മനുഷ്യന്റെ ഉദ്ദേശങ്ങളാണ്. മാലിസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇന്റൻഷൻ ആണ്. മോട്ടീവ് എന്ന് പറയുന്നതും ഇന്റൻഷനും രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. മാലിസ് എന്ന് പറയുന്നതും ഫ്രോഡ് എന്ന് പറയുന്നതും രണ്ട് ഡിസ്റ്റിങ്റ്റീവ് ടൈപ്പ് ഓഫ് ഇന്റൻഷൻ ആണ്. അപ്പൊ ഇത് അതേസമയം ഇന്റൻഷനും എക്സ്പെക്ടേഷനും രണ്ട് ഡിസ്റ്റിങ്റ്റീവ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഇത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് വൈ ഇതെല്ലാം ഇത് അറിഞ്ഞു കഴിയുമ്പോഴാണ് ലയബിലിറ്റി എങ്ങനെയാണ് ഇതിന്റെ പുറത്ത് ഫിക്സ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റോങ്ഫുൾ നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ഓഫ് ലയബിലിറ്റി ഇതാണ്. ഒരു റോങ്ഫുൾ ആക്ടിന് മാത്രമേ നമുക്ക് ലയബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് റോങ്ഫുൾ ആക്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ലയബിലിറ്റി ഫിക്സ് ചെയ്യണം. റൈറ്റ്? ഈ എന്താണ് റോങ്ഫുൾ ആക്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡുകൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്റൻഷൻ. ഈ പോയിന്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ കെയർലെസ്നെസ്. അപ്പൊ ഈ കെയർലെസ്നെസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വേരീസ് ഇൻ ഡിഗ്രി. വ്യത്യസ്ത തരം കെയർലെസ്നെസ് ഉണ്ട്. കൂടിയ കെയർലെസ്നെസ്സും കുറഞ്ഞ കെയർലെസ്നെസ്സും. അപ്പൊ ചില കൂടിയ കെയർലെസ്നെസിന്റെ ലയബിലിറ്റിയും കുറഞ്ഞ കെയർലെസ്നെസിന്റെ ലയബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും ലോ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ വേരിയേഷൻ ഇൻ ഡിഗ്രി അനുസരിച്ച് എങ്ങനെയാണ് നിയമം ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ്, നോ ഫോൾട്ട് ലയബിലിറ്റി ആണ്. നോ ഫോൾട്ട് ലയബിലിറ്റി. അപ്പൊ ഒരു വ്യക്തിക്ക് യാതൊരു റോങ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഇല്ല. റോങ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ല. അയാളൊരു പ്രവൃത്തി ചെയ്യുന്നു, പക്ഷെ ആ പ്രവൃത്തി ഡാമേജ് ഉണ്ടാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് റോങ്ഫുൾ ആക്ട് എന്ന് പറഞ്ഞല്ലോ. ഹി ഡസന്റ് ഹാവ് എനി wrongful state of mind, but still his act causes damage. ഇതിനെ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, wrong actionable per se. wrongs actionable per se എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് മിസ്ചീവസ് ടെൻഡൻസി ഉള്ള ആക്ടുകളാണ്. അത്തരം ആക്ടുകൾ ചെയ്താൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഡാമേജ് ഉണ്ടായാലും ഇല്ലെങ്കിലും യു വിൽ ബി ലയബിൾ. റോങ്സ് ആക്ഷനബിൾ പെർസെ. ലിബൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷനബിൾ പെർസെ ആയിട്ടുള്ള റോങ് ആണ്. ട്രസ്പാസ് എന്ന് പറയുന്നത് ആക്ഷനബിൾ പെർസെ ആയിട്ടുള്ള റോങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ റിക്വയർമെന്റ് ഓഫ് സ്പെസിഫിക് ഇഞ്ചുറി ഓർ സ്പെസിഫിക് ഡാമേജ്. ഇഞ്ചുറി വേണം, സ്പെസിഫിക് ഡാമേജിന്റെ ആവശ്യമില്ല. ഈവൻ വിത്തൗട്ട് ഡാമേജ് യു ക്യാൻ മേക്ക് ഹിം ലയബിൾ. വൈ? ബിക്കോസ് that act is considered to be an act inherently dangerous and mischievous tendencies, having dangerous and mischievous tendencies. Pretty. അപ്പോൾ നോ ഫോൾട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റോങ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങളിൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യപ്പെടുന്ന റോങ്ങുകളാണ്. ഇതൊക്കെ ഏത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റ് ആണ്. അത് എന്താ പറയുക, റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്ത വ്യക്തികളിൽ ഇമ്പോസ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ലയബിലിറ്റി ഈസ് ടു ഡു സംതിങ് ഓർ സഫർ സംതിങ്. എന്തെങ്കിലും സഫർ ചെയ്യാം. അപ്പൊ ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം, വാട്ട് ഹി മസ്റ്റ് ഡു ആസ് എ മാറ്റർ ഓഫ് ലയബിലിറ്റി ഓർ വാട്ട് എ പേഴ്സൺ മസ്റ്റ് സഫർ ആസ് എ മാറ്റർ ഓഫ് ലയബിലിറ്റി എന്നാണ്. അത് സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും രണ്ട് തരം ലയബിലിറ്റിയാണ്. സിവിൽ കേസുകളിൽ റെമഡിയൽ ലയബിലിറ്റിയാണ്, ക്രിമിനൽ കേസുകളിൽ പീനൽ ലയബിലിറ്റിയാണ്. ഈ റെമഡിയൽ ലയബിലിറ്റി തന്നെ വേരി ചെയ്യുന്നുണ്ട്. ഇൻ വൺ കേസ് ദ ലയബിലിറ്റി ഈസ് ടു ഗീവ് ഡാമേജ്. ഇൻ അനദർ കേസ് ദ ലയബിലിറ്റി ഈസ് ടു പെർഫോം സ്പെസിഫിക്കലി. ഇൻ സം അതർ കേസസ് ദ ലയബിലിറ്റി ഈസ് ടു give comply injunctions, and in certain other cases it may be to correct or rectify or modify documents. Criminal case laanengil liability penal aanu. It is to suffer, not to do something, to suffer. The suffering may be death, imprisonment, forfeiture or fine. Right? And wrongdoing can be categorized into three: intentional or willful wrongdoing, careless, again subdivided into two: reckless wrongdoing and negligent wrongdoing, no fault wrongdoing. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇത്തരം റോങ് ഡൂയിങ്ങുകളിലൊക്കെ
എന്താണ് ലോ ഫിക്സ് ചെയ്യുന്ന ലയബിലിറ്റി, അതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്നുള്ളതാണ്. I think time is up now. So I'm stopping with this. If you have any question to ask from this discussion, I can. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. See, 80 Article 80 is what about the composition of the Council of composition of the